അല്ല ഗോയ്സ്, അപ്പോൾ ന്യൂ വീഡിയോയിലേക്കല്ലേ സാധനം. പിന്നെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. സോറി എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ കാണുന്നവർ കാണട്ടെ ഞങ്ങൾ പോട്ടെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ കൊച്ചിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഖമൊന്ന് മാറ്റണം. അപ്പം ഗൈസ് കൂടെ കുടിക്കാം. വിശേഷങ്ങളുമായി ഇനിയിപ്പോൾ 4 ദിവസം ഫുൾ നാട്ടിലുണ്ടാകത്തില്ല, പുറത്ത് തന്നെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബൈക്ക് കുടിക്കട്ടാ. അപ്പോൾ വീടിനോട് ഞങ്ങൾ ടാറ്റ പറയുന്നു ഗൈസ്. മാമൻ്റെ മോൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെ യാത്ര അയക്കാൻ വന്നതാണ്. അശ്വിനെ കൂടെ അശ്വിനെ സ്മോക്കി 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 വൈബ്സ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോട്ടെ. ടാറ്റ അശ്വര് കുറവ് ഗൈസ്. അശ്വരെ വണ്ടാത്ത ഇതില്ലേ ഇത്, പിന്നെ നമ്മളെ സ്ഥലമല്ലേ ഏത് ചെയ്തേ ഏതൊരു വീഡിയോ എന്നാ പറഞ്ഞോളൂ. ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ ഗൈസ്. ടൗണിലെത്തിട്ടോ. ആമീസ് കിച്ചൺ നമ്മൾ ഡെയിലി കയറുന്ന ഒരു ഹോട്ടലാട്ടോ. കോഴിക്കോട് എന്ത് സ്ഥലത്തിൻ്റെ പേരെന്താ? കടമ്പേട്ടയല്ലേ. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ മുട്ടായിത്തെരുവ് കഴിഞ്ഞിട്ട് ഫ്രണ്ടാ ഇനി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം കയറുന്ന ഹോട്ടലാണ് ആമീസ് കിച്ചൺ. നമ്മൾ കടമ്പാട്ട എത്തിട്ടാ. നീമി പറയടാ ഓർഡർ അടിപൊളിയാണ്. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ടൗണിലൊക്കെ പോകുന്ന സമയത്തും കയറി ഭക്ഷണം കഴിക്കുന്നൊരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ ഉള്ളൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഡെയിലി ഫുഡ് കഴിച്ച് പരിചയപ്പെട്ട ആൾക്കാരാട്ടോ. അല്ലാതെ ഉള്ള ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ബിരിയാണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നല്ല സാലഡ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്. ഇനി നമ്മൾ പപ്പടം കൂടി ചോദിച്ചു നോക്കട്ടോ. അവർ ചേട്ടാ 2 പപ്പടമാണ്. ഓക്കെ. പിന്നെന്താ ഓണർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചിറങ്ങി. നല്ല ദം ബിരിയാണി ആയിരുന്നു, ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് സുലൈമാനുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ടാണ്. ഫുള്ള് ക്ലീൻ ആക്കി. ചമ്മന്തി, സാലഡ്, പിന്നെ നല്ലൊരു പപ്പടം. അടിപൊളി. പാരങ്ങണൊക്കെ ബാക്കിൽ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് കണ്ടാൽ എന്താ അറിയാം, ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ ബിരിയാണി ഫുള്ള് ക്ലീൻ ആക്കി. ട്രൈ ആട്ടോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത്. ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡൊക്കെ. കാരണം ഞങ്ങൾ നാടൻ ബിരിയാണി കഴിച്ചത്. ഇത് എന്താ പറയുക, ദമ്മ് ബിരിയാണി. നമ്മളെ കോഴിക്കോട് ഒരു കല്യാണ ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ. കാരണം ഫുള്ള് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് അറിയട്ടോ, ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ്. ഇപ്പോൾ കോഴിക്കോട് വരുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഇവരോട് ടാറ്റ പറയുകയാണ്. നേരെ നീ മുട്ടായിത്തെരുവിലേക്ക് ചേട്ടാ. കഴിച്ച് ഞങ്ങൾ മുട്ടായിത്തെരുവ് വന്നിട്ടോ. ഞാൻ ഡ്രസ്സും കൂടി എടുക്കണം. ഡ്രസ്സ് എടുത്തിട്ട് നേരെ ട്രൈ ചെയ്യണം. നല്ല വെയിലാട്ടോ. കുറേ നേരം ഞങ്ങളിവിടെ ചുറ്റി കളിക്കില്ല. ഞങ്ങൾ വേണ്ട ഡ്രസ്സുകൾ മാത്രം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. കാരണം ഒരു ഷർട്ട് മാത്രം എടുക്കാനായിരുന്നു. പിന്നെ ചുഗു അതെടുത്താൽ എല്ലാം വിടും. അപ്പം നമ്മൾ ഡ്രസ്സ് തിരക്കില്ല. ഇപ്പോൾ ട്രെയിനൊന്നും അറിയത്തില്ല. ഞങ്ങൾ ലോക്കൽ അടിച്ച് പോവുകയാണ്. ടിക്കറ്റ് എടുത്തില്ല. കാരണം ടിക്കറ്റ് എടുത്താൽ ശരിയാകത്തില്ല. കാരണം നമുക്ക് ടൈം ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് എപ്പോഴാണ് ഇറങ്ങുക, ടൗണാവുന്നത്, അത് ട്രാഫിക്കോ ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരത്തെ എത്താൻ പറ്റിയില്ല. ശതാബ്ദി ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. പിന്നെ ഞങ്ങൾ ക്യാൻസൽ അടിച്ചു. കാരണം ഞങ്ങൾക്ക് ഇന്ന് അത്ര നേരത്തെ ഏക്കം എത്തിയിട്ട് കാര്യമില്ല. പക്ഷെ വയ്യാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ സ്ഥിരം എടുക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് നോക്കട്ടെ അങ്ങനത്തെ പുതിയ ടീഷർട്ട് നമ്മൾ അവിടെ എടുത്തല്ലേ. ഞങ്ങൾ ഇവിടെ പുതിയ ആൾക്കാരൊക്കെ പറഞ്ഞ നല്ല ഷർട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് അവിടെ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഷർട്ടും ഒരു ഷൂ എടുത്തിട്ട് ഞാൻ അവന് എതിരാട്ടെ. കുറച്ച് നല്ല ലേറ്റായി ഗൈസ്. എത്ര നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്ര ഒരു 2 മണിക്കൂർ, ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഷർട്ടും ഷൂവും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഇഷ്ടത്തിന്. പിന്നെ ചിലയിടത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നിടത്തിൽ 2 എണ്ണം ഇല്ല. പിന്നെ 2 എണ്ണം അടുത്ത് നിന്ന് പ്രാന്തായി കഴിച്ചു. ഞങ്ങളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ട്രെയിൻ കയറണമെന്ന് വിചാരിച്ചു. ഇപ്പം 4 മണിയാവാൻ പോകുന്നു. മൊത്തം ശോകം. വീട്ടിൽ നേരത്തെ ഇറങ്ങാത്തത് കൊണ്ടുള്ള പറ്റിയതാണ്. ഇറങ്ങാനും പറ്റിയില്ല. ഇനി എന്തായാലും എറണാകുളത്ത് എത്തുമ്പോൾ നല്ല ലേറ്റാവും. പോയി നോക്കട്ടെ ഗൈസ്. വെള്ളം വാങ്ങിക്കാൻ പോയി ഗൈസ്. ഇത് അവിടെ എത്തി. നല്ല വെയിലിട്ടു, രക്ഷയില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തിയിട്ടാ. നല്ല ക്രൗഡുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സമയത്ത് ക്രൗഡുള്ള സമയത്ത് വരുന്നത്. കാരണം ബ്ലോക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം അവിടെയൊക്കെ ബ്ലോക്കാണ്. സൗത്തിൽ അങ്ങറ്റം ബ്ലോക്കാണ്.
നമ്മൾ നേരെ മെട്രോ പിടിച്ച് കളമശ്ശേരി സീറ്റിൻ്റെ അടയിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ നാളെ മെട്രോ സ്റ്റേഷനിലെത്തി. ഭയങ്കര ടയർഡാണ്. പോയി അവിടെ പോയി ഒന്ന് മഴങ്ങണം കിടക്കണം നോക്കട്ടെ. അപ്പോൾ ഗൈസ് നേരെ ഞങ്ങൾ കളമശ്ശേരി കേട്ടോ അവിടേക്ക് എത്താനാണ് പറഞ്ഞത്. ചിലപ്പോൾ അവർ വരും പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഊബറായിട്ട് വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ. അവിടേക്ക് കയറുന്ന എൻട്രി ഒന്നും എടുത്തില്ലതാ. ഇവിടെ ഫുള്ള് വൈബാണ്. ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാം കേട്ടോ. ലവിമിയെ ഇതാ ഞങ്ങളിതാ കണ്ണൻ്റെ കൂടെ തന്നെ ഇതാ അവളെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. കുട്ടീസുണ്ട്. ലൈറ്റാ അപ്പോൾ കാണത്തില്ല. നീ എന്തെന്നാ ലൈറ്റ് ഓഫ് ആക്കാം. ഈ കൈ നോക്കണേ. ആ ഗൈസ് ഞങ്ങൾ ഇത് ചക്രം കണ്ണാ കത്തിച്ചത് അവിടെ പൊന്തിച്ച് ആദ്യം കമ്പിത്തിരിയുണ്ട്. നിനക്കറിയില്ല ചിന്നു, നീ ഇങ്ങോട്ട് വന്നേ വാ. അതൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. ഇങ്ങോട്ട് നിൽക്ക് ട്ടാ. ഇങ്ങോട്ട് നിന്നാ വാ വാ മക്കൾസ് വാ 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 അങ്ങോട്ട് വാ. ഗൈസ് ലൈവല്ല വ്ളോഗാണ്. ഇത് ഞങ്ങളെ ചേച്ചി കുട്ടി ഗൈസ്. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാ ഇവിടെ കത്തി 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 കണ്ണ മാറി മാറി മാറി. അത് പാളിപ്പോയി ഗൈസ്. അടാ ഇതൊന്നാമത് ടെറസ് ഇല്ലടാ. ടെറസ് ഒന്നാമത് ഇത് ചെയ്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ചെയ്തില്ലേ, അതിന്റെ വരണ്ട്. അതുകൊണ്ടാണ് സ്മൂത്ത് വേണം. ഗൈസ് എന്നാലും ചെറുങ്ങനെ ഉള്ളൂ. എടാ സ്മൂത്ത് വേണടാ ഗൈസ്. പാളിപ്പോയി ഗൈസ്, പാളിപ്പോയി. ചൂട്ടൊക്കെ കത്തിച്ച് ഗൈസ്. ആടല്ല പൊട്ടത്തി, ഇങ്ങോട്ട് ബേക്കോട്ടേക്ക്. വീട്ടിൽ ഇങ്ങനെ തന്നെ ഇവള്. അമ്മനെ പൊക്കാനുള്ള ചാൻസ് മക്കള് ചിനിയോ പായാക്കൂല. നേരത്തെ എനിക്ക് മനസ്സിലായി. ഫുഡ് വെച്ചപ്പോ ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് മനസ്സിലായി. അയ്യോ ചിന്നു എടി കമ്പിത്തിരി കൊണ്ട് കത്തിക്ക്. ഇതാ അനിയത്തിക്ക് ബുദ്ധിയുണ്ട്. ചെറുങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. കത്തി പിടിച്ചേ. ഫ്ലോപ്പായോ? യെസ്. കണ്ണന് കൈ പൊള്ളി ഫ്ലോപ്പായി. നല്ല മുള്ളിയടാ. നീ പേസ്റ്റ് നീ പോയി പേസ്റ്റ് വെക്ക്. നഖത്തിന്റെ മുകളിൽ നല്ല വേദന ഉണ്ടാവും. ഞങ്ങള് എറണാകുളം കൊച്ചിയിൽ എവിടെ സ്ഥലം? കളമശ്ശേരി ഗൈസ് വിത്ത് ഫാമിലി ഗൈസ്. ഇത് ഞങ്ങളെ ഫാമിലിയാണ് ഗൈസ്. കുട്ടി അടുത്ത കൊണ്ടുവരുന്നു ഗൈസ്. കമ്പിത്തിരി. അല്ല ഇത് മോളോട്ട് പോകുന്ന സാധനമല്ല. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ചിന്നൂട്ടി പിന്നെ ഫ്ലോപ്പ്. എടാ കമ്പിത്തിരിന്റെ കോലുണ്ടറാ. ഗൈസ് രസല്ലേ? ചിന്നൂട്ടി അങ്ങനെ വെക്കല്ലേ. ചിന്നൂട്ടി മാർക്കോ ചിന്നു. അത് കത്തിക്കല്ലേ. ഇതിങ്ങ് വിചാരിച്ചല്ല അത് അത് കത്തിക്കല്ലേ. അത് പോയി പൊട്ടു. കള്ളം ബീർ ബോട്ടിൽ എന്ന് പറഞ്ഞപ്പോ അവിടെ വെക്കല്ലടാ. ഈ മൂലയിലേക്ക് വെച്ചോ. ഇവിടെ ഷീറ്റിന്റെ അല്ലേ ഇവിടെ വെക്ക്. അവിടെ വെച്ചാൽ മതി. ഓക്കെ അവിടെ വെച്ചോ. അതിന്റെ മുകളിൽ വെക്ക്. ഗൈസ് ഞങ്ങളിതാ കാല് പൊള്ളും. നല്ല ചൂടായിരിക്കും. കുറച്ചുകൂടി ബാക്കോട്ട് വെച്ചോ. അവിടെ വെച്ചോ. സിഗർ ലൈറ്റ് കൊണ്ട് എത്തിച്ചായി. സിഗർ അതാ ചിന്നൂട്ടി റോക്സ്. അതിനൊക്കെ കത്തിക്കല്ലേ. നീയാണോ കത്തിക്കുന്നത്? എനക്ക് പേടിയാ.
അവിടെ മാറിക്ക് 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 ചിന്നു. ചിന്നൂട്ടി പേടിച്ചല്ല ഓടി. മോള് ദിവസം ആദ്യമായിട്ടാണ് കാണുന്നത്. ആ എടുത്ത് വീഡിയോ എടുത്ത് ബീറിന്റെ കുപ്പി നിനക്ക് എന്താ ആവശ്യം? അല്ല ബീറില്ലടി പൊട്ടത്തി അതില്. ഇനിയും 4 കമ്പിത്തിരി ബാക്കിയുണ്ട്. എന്നെ ആക്കിയതാ മക്കൾക്ക് കൊടുക്കുക കമ്പിത്തിരി. നീ മാത്രം ഗ്യാസിന്റെ മുള്ളാടി പൊട്ടത്തി കത്തിക്കുന്നേ. ആ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിട്ടില്ലേ. എടി ഗ്യാസ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ ഗ്യാസ് തീർന്നു പറഞ്ഞിട്ട് അവള് നോക്ക്. ആ പെട്ടെന്ന് വെച്ചെടുക്ക്. നോക്കണേ 2 കൈ കൊണ്ടൊക്കെ ചിന്നു. ഇങ്ങോട്ടുന്നോ അവര് കറക്കട്ടെ. നോക്കണേ. ഇവിടെ ബേക്കെന്നൊക്കെ കണ്ണ വരുന്നത്. അതെന്താ മത്താപ്പാ? 4 അമ്പോട്ടെ അമ്പോട്ടെ വന്നോണ്ട. ഞാനും പിടിച്ച്. ഓ ഞങ്ങൾ ന്യൂ ഇയർ അടിച്ചു പൊളിച്ച കൊച്ചിയിലുണ്ട് ഗൈസ്. ഇതാ ഫുള്ള് ബ്ലാക്കിലാട്ടാ. ചിന്നു അമ്മു കണ്ണ് പൊളി ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ എവിടേക്കാ പോകുന്നത്? കുമ്പളങ്ങി അങ്ങോട്ടാട്ടാ ഗൈസ്. അപ്പോൾ നേരെ വണ്ടി കയറട്ടെ. ബാക്കി വിശേഷങ്ങൾ വയ്യ ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കേട്ടാ. വൈകുന്നേരം ഒരു കട്ടൻ അടിക്കാൻ വിചാരിച്ച് കട്ടൻ അടിച്ചിട്ട് മെല്ലനെ പോകണം. അവൻ തിരിച്ചേ നിൽക്കും. അവർ 2 പേര് വരണം. അവരെവിടെ പോയി ഗൈസ് കാണുന്നില്ലല്ലോ. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ വന്നിട്ട് വേണം. വരുന്നുണ്ട് ഗൈസ്. കാണിച്ചതാ. അതാ വന്നില്ല. ഇങ്ങോട്ട് കേട്ടു. ചായ അടിച്ചിട്ട് പോ. ഒരു കട്ടൻ അടിച്ചിട്ട് പോ. ചായ കുടിച്ചാട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുമ്പളങ്ങി അല്ലേ. ഇവർ അടിച്ച് കുടിക്കും. കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടാ? എല്ലാവരും ബ്ലാക്കിലാട്ടാ. ഫുൾ സെറ്റ്. ചായ കുടിച്ച് നേരെ വിടുകയാണ് ഗൈസ്. പാലാരിവട്ടം എത്തണം. അവിടെ ഫ്രണ്ട്സിൻ്റെ കാറ് വരും പറഞ്ഞു. അപ്പോൾ അതിലാണ്. എല്ലാവർക്കും കൂടി ബൈക്കുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കണം ഗൈസ്. ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം തിരക്കുണ്ടോ. സിഗ്നലിൽ വന്ന് കിടക്കുകയാണ്. പാലം കയറിയിട്ടാ. ഒരു പാലം കയറി അടിപൊളി. ഫുൾ ലൈറ്റാണ് പാലത്തിൻ്റെ മുകളിൽ. 2 അപ്പുറത്തെ പാലത്തിൻ്റെ മുകളിൽ ഉണ്ടല്ലോ ലൈറ്റ്. സെറ്റ് ഗൈസ്. നല്ല വൈബ് ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു വൈബ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി ഗൈസ്. ഭയങ്കര തിരക്കാട്ടോ ഗൈസ്. നല്ല ക്രൗഡാണ്. ഞങ്ങളുടെ എത്തി കുറച്ച് നടക്കണം ഗൈസ്. ഇതാ വേണ്ട ഫുൾ ആൾക്കാരുണ്ടോ ഗൈസ്. ബാക്കിലൊക്കെ സെറ്റ്. ഇപ്പം വലിയ തിരക്കില്ല. അവിടെ എത്തി നോക്കട്ടെ എന്താ ഗൈസ്. ഫുൾ തിരക്കാണ് കേട്ടോ. സെറ്റ് ഗൈസ്. ഇങ്ങോട്ട് ഭയങ്കര ക്രൗഡാട്ടോ. ഗ്രൗണ്ട് ഗൈസ്. ഇഞ്ചോട്ടാ. മോട്ടി ചിന്നോട്ടി. കുറേ ആയി ഞങ്ങൾ നടക്കുന്നു. കാണിക്കാം. അവിടെ എത്തട്ടെ. ചൂടെടുക്കുന്നില്ല എല്ലാവർക്കും.
ഗേറ്റ് അടച്ചു കേട്ടോ, നല്ല ക്രൗഡാണ്. ഗേറ്റ് തുറക്കുന്നുണ്ട്. ആ ഉള്ളിലൊക്കെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഇറങ്ങുന്നതിനെ കൊണ്ടാടാ. ഈ ക്രൗഡിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഫുൾ പിള്ളേർ വൈബടിക്കും. മിന്നുട്ടി കൊച്ചിയിലൊരു കപ്പലുണ്ടാക്കി ഇവിടെ നാട്ടുകാർ പൈസ മുടക്കി ഇത്രയും ദൂരം വന്നിട്ട് വരും. പാട്ടും കോപ്പും ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു ന്യൂ ഇയർ പരിപാടിയൊക്കെ ആകുമ്പോൾ കുറച്ച് അലമ്പ് ഉണ്ടാവും, കുറച്ച് ഒച്ച ഉണ്ടാവും, പലതും ഉണ്ടാവും. അതിന് ഒരു പാട്ടൊക്കെ നിർത്തി എന്നാ പറയുന്നത്. ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നതാ. ഇവിടുത്തെ ഇവിടെ ഇല്ലേ നമ്മൾ വിടും. ഒരു പാട്ട് വെക്കണ്ടേ. കഴിഞ്ഞ വർഷം അതേ അവസ്ഥ. ആ സഹകരിക്കും. ആ തെറ്റാ. അവര് വെറുതെ ചുമ്മാ പറയുന്ന പാട്ട് വെക്കും. അതാണ് ഹൈബ്. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നീ സഹകരിക്കില്ലടാ ചിന്നു, നീ സഹകരിക്കില്ലേ? കണ്ണനോ പിള്ളേര് നല്ല വൈബാണ്. ഇവിടെ ഓരോ ഭാഗത്തും ഓരോ പിള്ളേർ വൈബ് മൂടാക്കി കാണുന്നില്ല. ചിന്നാണ് ഇത്. ചിന്നുട്ടി ഞങ്ങളുടെ അമ്മൂസ്. ഇത് ഞങ്ങളുടെ അമ്മൂസ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സാണ്. പൊളിയാണ്. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ വരുന്നത്. ഭയങ്കര സെറ്റ്. അപ്പോൾ അടിച്ച് കുളിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഫുള്ള് ബ്ലാക്കാണ്. കണ്ണനുണ്ട്. അപ്പോൾ ഞങ്ങൾ ചില്ലാക്കും. അതാണ് ഫുൾ വൈബാണ് കഴിച്ചത്. ഇതാണ് ഞങ്ങളുടെ വ്ളോഗ് എന്ന് പറയുന്നത്. എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ എൻജോയ്മെൻ്റ് ആണ്. ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. ഞങ്ങൾ എന്താണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ്. കാരണം ഇത് ചിലപ്പം കുറച്ച് ക്രൗഡൊക്കെ ചിലപ്പോൾ മനസ്സിലാവും, മൈക്കൊന്നുമില്ല. അല്ലാതെ നമ്മൾ എടുക്കുന്നതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഒരുപാട് മെസ്സേജ് വന്നു. ആരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും കണ്ണിനും ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്തായിരുന്നു. വേറെ ആരെ ഞങ്ങൾ വിളിക്കാനോ സംസാരിക്കാനോ. ഞങ്ങൾ അമ്മു, ഞങ്ങൾ 5 പേര് പ്ലാൻ ചെയ്തൊരു ഇവളിപ്പോൾ ഇടുക്കിയിൽ നിന്ന് കർണാടകത്തിൽ ഇവിടുന്ന് പരിചയപ്പെട്ട അമ്മ, മോള്, മൂത്ത മോള്, കൊച്ച് അമ്മൂസ് വിടുന്നില്ല കൊച്ചിനെ കണ്ടപ്പോ. ഇവർക്ക് പോണമെന്നുണ്ട്, പക്ഷെ അമ്മൂസ് കൊടുക്കുന്നില്ല കൊച്ച്. പൊള്ളിട്ടോ ഗൈസ്. ഇവക്കാട്ടോ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞേ. അമ്മനോടൊക്കെ ചോദിക്കുക ആരാണ്. അമ്മക്ക് പോലും അറിയത്തില്ല ആരാന്ന്. എനിക്കുണ്ട്, ഇവക്കുണ്ട്. പേര് പറ. ഇവനുണ്ട് 2 കുട്ടികള്. ആളുടെ പേര് പറ. ഇത് പൊളിയിട്ടാ. ഇവരിവിടെ ഫോർട്ട് കൊച്ചിക്കാരാണ്. ഇവര് കാസർഗോഡ്. ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. പൊളിയിട്ടാ ഗൈസ്. എങ്ങനെയാണ് ഞങ്ങള് ബമ്പർ ജീവിതം പിന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അമ്മക്കറിയില്ല, അവക്കറിയാം. അങ്ങനെ സെറ്റ്. എല്ലാരോടും സംസാരിക്കുന്നു. വൈബ്. മമ്മൂട്ടി ചെറുതിനെ വിട്ടിട്ട് നിനക്കൊരു കുഴപ്പമില്ല. ഹാപ്പി ന്യൂ ഇയർ പറ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി ഗൈസ്. ഇതാണ് വൈബ് ഗൈസ്. കഴിച്ചാ? ഫുഡ് വേണോ? നിക്ക് ഇവരറിയുന്നു ഗൈസ്. ഇവിടെ ഇത്രയും തിരക്കിൽ ഞങ്ങളെ കണ്ടിട്ട്. കൊച്ചിക്കാരി ആരാ? ഇതാരാ?
ചേച്ചീനെയും കണ്ടു, ഒരു അനിയത്തിനെയും കണ്ടു. ഇവർക്ക് ഭയങ്കര നാണാട്ടാ. ചേച്ചി പിന്നെയും പോയപ്പോ പൊളി കളി. ഇതാണ് കൊച്ചിയിലെ വൈബ് ഗൈസ്. അനിയത്തിക്ക് ഭയങ്കര കുറവ്. അനിയത്തിക്ക് ഞങ്ങൾ അറിയാന്ന് പറഞ്ഞ, ചേച്ചിക്ക് വലിയ ഇതില്ല. പൊളി ഗൈസ്. പൊളി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പവർ, കൊച്ചി പവർ. സെൽഫി ഒക്കെ എടുക്കാം. ആദ്യം പരിചയപ്പെട്ടെ എവിടെ കറക്റ്റ് വിഷ്ണു എന്നാണ് ചേത്തോറുകൂടി. കൊച്ചിയിൽ സെൽഫി അയക്കണം. ഞങ്ങളെ വാട്സപ്പ് ചെയ്തു. സെറ്റ് സെറ്റല്ലേ? ഈ വർഷത്തെ ആദ്യത്തെ ഒരു ഉമ്മ. ആദ്യത്തെ ലാസ്റ്റ് ഉമ്മ. ഇവര് ഇവിടെ ഉണ്ട് കേട്ടോ പിള്ളേര്. ഇതാ സെറ്റാണ് ഗൈസ്. ഒരു സെൽഫി എടുത്ത ആളുടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ ചിജി പാതി രക്ഷയില്ല ഗൈസ്. അത് കഴിഞ്ഞു. ഇതാ എല്ലാവരും വലിയ സിംഗിൾസ് ആണ് നമ്മൾ. സിംഗിൾസ് എല്ലാരും ഞങ്ങളൊക്കെ സിംഗിൾ ഗൈസ്. ഇതാ അല്ലല്ല ഞങ്ങൾ സിംഗിൾ ആണ്. അല്ല അണ്ണാ നമ്മൾ സിംഗിൾ അല്ലേ? ഇതാണ് ഞങ്ങൾ സിംഗിൾ ആണ് ഗൈസ് അല്ലേ? സിംഗിൾ ആണ് ഗൈസ്. മിംഗിൾ ആവാൻ താല്പര്യം ഇവർക്ക് മിംഗിൾ ആവാൻ താല്പര്യം. നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ, സിംഗിൾ അല്ലേ? പൊളിട്ടാ. ഇവരൊക്കെ ഭയങ്കര പൊളിയാണ്. പേരെന്നാ? കാസർഗോഡ് രണ്ട് പിള്ളേരാണ്. ഇവള് കാണാറുണ്ട്. ഇവക്ക് അറിയത്തില്ല. പേരാണ് അടിപൊളി. ഇവര് കാസർഗോഡ്, ഇവനില്ലേ ഇന്ന് എടപ്പള്ളിയിൽ എന്നോട് വഴി ചോദിച്ചു അങ്ങോട്ട്. ഇതാണ് ഗൈസ്. ഗൈസ് ഒരു ഫോളോവറെ കണ്ടു. പരിചയപ്പെട്ടാ പൊള്ളിയാട്ടാ ഗൈസ്. ഇല്ലല്ല നമുക്ക് ഇവിടെ പൊളിയാ. അമ്മു കണ്ടാണോ? ഞങ്ങളിപ്പോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് തീർക്കുകയാണ്. അവരുണ്ട്. ഇതാ ഇവിടെ ഒരു ജിമ്മൻ പൊളിയല്ലേ ഇവിടെ? പക്ഷെ കാര്യമായിട്ടുള്ള പരിപാടി എന്നാലും നമുക്ക് ഈ ചില്ലല്ല. ആൾക്കാരെ കാണുമ്പോ ഭയങ്കര ചില്ലല്ലേ? കുട്ടികള് വേണ്ട. ഉള്ളത് പിന്നെ കുട്ടികള് ഭയങ്കര പെൺകുട്ടികളെ ആളാണ് ഇവര്. ഇവൻ ജിമ്മായിട്ട് ഇങ്ങനെ കാണിക്കുക. ഗൈസ് ഞങ്ങള് പൊളിയാണ്. ആണോ? സെറ്റ്. എവിടെയെങ്കിലും ഇതേപോലൊരു മുഖം കാണും. ഞങ്ങൾ ടിൻസാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. കണ്ട മലബാർ ഏരിയ എന്ന് പറഞ്ഞ പൊളിയല്ലേ? മക്കളെ കടന്നു വരും ഗൈസ്.
വീട്ടിൽ പറഞ്ഞിട്ട് വന്ന പറഞ്ഞു കൊച്ചിയിലാണ് ആഘോഷിക്കാൻ വീട്ടിൽ പറഞ്ഞതാട്ടാ. ഫേമസ് ഒന്നും ആവില്ല, ഞങ്ങൾ അത്ര ഭയങ്കര റിച്ച് ഒന്നും അല്ല അല്ലേ. പറ്റാതാടാ, ഞങ്ങൾ ആരും അറിയില്ലടാ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ എടുക്കില്ല ഇവരെ കുറച്ച് പേരെ എടുക്കില്ല. മീനൂട്ടിന്റെ ഫ്രണ്ടാട്ടാ. വ്ളോഗ് ഒന്നും ഇല്ലേന്ന്. അനിത്യ ഇതുപോലെ ആയിരിക്കണം. ഇവര് വേറെ പൊളി. ഇല്ല അയ്യേ, ഞങ്ങളെല്ലാരും സെറ്റ് പോവാണോ? മെസ്സേജ് ചെയ്യട്ടോ, എല്ലാരും ഫോളോ ചെയ്തേക്കാം. മെസ്സേജ് ചെയ്യണം, ഉറപ്പാ. വ്ളോഗ് ഉണ്ടാവും കേട്ടോ. സെറ്റ് ചിഞ്ചു പറടാ. ഏട്ടന്താ അടിപൊളി അനിയത്തി. കോഴിക്കോടാ. ഇനി എന്ത് വാങ്ങടി മീനൂട്ടി? കോഴിക്കോടാ, ഞങ്ങൾ നാട്ടിലാണെന്ന്. ഇവരുടെ അരൂര്, ഇവിടെ ഇടുക്കി. ഇടുക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു എന്താ പറഞ്ഞ ബ്രോ പറഞ്ഞ ഒരു കുട്ടീനെ കൂടി വന്നപ്പോ കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ഇവൻ പറഞ്ഞു ഫസ്റ്റ് ഒരാള് ഒരു ഗേളിനെ കൊണ്ട് പോകുന്നു, അവൻ തന്നെ വേറെ ഗേളിനെ കൊണ്ട് വേറെ ഒരു വട്ടം പോകുന്നു. ആളുകാ മാസ്ക് അപ്പൊ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഡൗട്ട് ക്ലിയർ ആയി. ഞങ്ങൾ അറിയാം, കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. മൂവി ചെയ്യുന്നുണ്ട്. താങ്ക് യു. നിങ്ങളെ സ്നേഹമാണ് നമ്മുടെ ഇത്രത്തെ വിജയം. കാരണം നമ്മൾ ഇങ്ങനെയാണ്, നമ്മളെല്ലാരും കണ്ട ഭയങ്കര വൈബാണ്, സ്നേഹമാണ്. നിങ്ങളെ ഇവിടുന്ന് പരിചയപ്പെട്ടു. നമുക്കിനി തൃശ്ശൂർ വരുമ്പോ മീറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്, ഞങ്ങൾ പോയില്ല. കാരണം വെറുതെ നമുക്ക് ലോക്കൽ പരിപാടിയാ, പൊളി അല്ലേ. സെയിം ആണോ? സെയിം. ജവാൻ കാരണം ഞങ്ങള് ഫുള്ള് പോവാ. എന്നിട്ട് പോവാ. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ആട്ടാ, എല്ലാരോടും മിങ്കിളായിട്ട് സംസാരിക്കണം. ബ്രോസിന് മനസ്സിലായില്ല. നല്ല ബ്രോ. സ്നേഹം അടിപൊളി. വിമിൽ യൂട്യൂബിൽ ടിൻസ് ബ്രോസ് അടിച്ചാൽ കിട്ടും. ഓക്കെ, സെറ്റ്. താങ്ക് യു ട്ടാ. ഗൈസ് അവര് പോയാ, ഞങ്ങൾ ഇങ്ങനെ ആട്ടാ ഗൈസ്. ചിന്തൂടെ പൊളിക്കാണ് ഗൈസ്. ഞങ്ങൾക്കൊരു കുറവില്ല, ഞങ്ങൾ മൊത്തം അപ്ലോഡ് ചെയ്തിട്ട് 2 ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ന്യൂ ഇയറൊക്കെ അല്ലേ, 2 അടിക്കണ്ടല്ലേ ചിഞ്ചൂട്ടാ? അവരെടാ ദാദാ. അടിച്ചാ ഗേറ്റ് അടിച്ചു ഗൈസ്. അയ്യയ്യ മാങ്ങ പറിച്ചിറങ്ങി. കോട്ടയത്തെ പിള്ളേരാട്ടാ. അച്ചായ 2 പെക്കുണ്ടാ?
ഇല്ല ഇവരുടെ അടുത്ത് ഇല്ല ആള് ഗൈസ് ഇല്ല ചിരിക്കുന്നു ഗൈസ് ബംഗാളിലുള്ള ഫ്രണ്ട്സിനെ കണ്ടിട്ടാ എടാ അവരെടാ പൊളിയല്ലേ കേരളം പൊളിയല്ലേ പൊളിയല്ലേ വോട്ട് കൊച്ചി ഇവിടെ കൊച്ചിയിൽ വന്ന എല്ലാവരും ഇതാ ഈ ചേട്ടൻ പത്തനംതിട്ട ചേട്ടൻ ഈ ചേട്ടൻ ട്രിവാൻഡ്രം ചേട്ടൻ പൊള്ളിയാണ് കഴിച്ചത്. ഹാപ്പി ന്യൂ ഇയർ അടി ഗൈസ് ഇതാ ടൈം ഇതാ 5 എനിക്ക് എൻ്റെ അനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കഴിച്ചു. എനിക്ക് എന്റെ അമ്മേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് ആരെയും സെറ്റല്ലേടാ ഇത് നിങ്ങൾ ഇത് എന്നാത്തിനാണ് നിങ്ങളെ കുടിച്ചോ നിങ്ങളെന്നാ പേടിക്കുന്നത് വെള്ളല്ലോടാ എവിടാ മലപ്പുറം എല്ലാം മലപ്പുറം മച്ചാനായിട്ട് ബ്ലോഗർ മച്ചാനെ നമ്മുടെ പരിധിയിലെ ടീമല്ലേ നിങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങളിപ്പോ നിങ്ങൾ ആരെങ്കിലും മച്ചാമാരെ സബ്സ്ക്രൈബ് ചെയ്യുക പരമായി സപ്പോർട്ട് ചെയ്യുക ആ പൊളി 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 അതാ 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 മലപ്പുറമുള്ള ഗൈസ് ഒറ്റ മിനിറ്റും കൂടി ഗൈസ് ഇപ്പം കത്തിക്കും ഗൈസ് ഗൈസ് ഒറ്റ മിനിറ്റും കൂടി ഇതാ ഇപ്പം കത്തിക്കും ഇവിടെ കത്തിക്കും എല്ലാരും ക്യാമറ ആയിട്ട് ഗൈസ് നമ്മളിതാ ക്യാമറ കത്തി ഗൈസ് ഹാപ്പി ന്യൂ ഇയർ ഇവിടെ കൊച്ചിക്കാര് കത്തിക്കുന്നു പറഞ്ഞാൽ കത്തിക്കും ഇനി ആര് ബ്ലോക്ക് ചെയ്താലും അതാണ് അതല്ലേ ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ എടുത്ത തിരിച്ചെടുത്ത് 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 പൊളിയാട്ടോ ഇവിടെ ഉള്ള എല്ലാരും പൊളി പൊളിട്ടാ കൊച്ചിക്കാർ കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കും.
അത് ആര് പോയാലും വേണ്ടില്ല അല്ലേ? അത്രേ ഉള്ളൂ. എൻജോയ് ചെയ്യാനുള്ള എൻജോയ് ചെയ്യണം. അതല്ലേ? പരിചയപ്പെട്ടാ പൊളി. ചേച്ചി പൊളിയാട്ടാ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടാം. അറിയാന്ന് പറഞ്ഞു കേട്ടോ. സാറിന് അറിയില്ല. സാറോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഞങ്ങളുടെ ലാസ്റ്റ് വിഷാണ് ആ കാര്യം വരെ. ഒരു ഉദ്യോഗസ്ഥ ആ കത്തിക്കുന്ന വീഡിയോ എടുത്തു വ്ളോഗിലുണ്ട് സാർ. ആ സാർ ഇൻസ്റ്റ നോക്കടാ ഗൈസ്. പൊളി കേട്ടാ സാറ് പൊളി. ഗൈസ് ഇഞ്ചോട്ട് അതാ പോകുന്നട്ടാ. ഫുള്ള് തിരക്കാണ്, ഫുൾ ക്രൗഡാണ്, ഒരു രക്ഷയല്ല. ഫുള്ള് തിരക്കാണ് ഗൈസ്. അവരിതാ ഞങ്ങളിതങ്ങനെ ഫുൾ ചിൽ മൈൻഡ് ഗൈസ്. ചില്ലാണ് കേട്ടോ ഗൈസ്. പൊളി ന്യൂ ഇയർ അടിപൊളി. 12:50 കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഞങ്ങൾക്ക് ഇനി എങ്ങനെ വണ്ടി എടുക്കാനാവും അറിയില്ല. പൊളിയാണ് ഗൈസ്. ഞങ്ങളിതാ വണ്ടി എടുക്കാൻ പോവാണ്. കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ തെറുക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് പേരെ കാണാൻ പറ്റി ഗൈസ്. വ്ളോഗ് എന്തൊക്കെയോ അലമ്പായിട്ടുണ്ടാവും, ഒന്നും തോന്നണ്ട. ന്യൂ ഇയർ ആണ്, അങ്ങനെയൊക്കെ കിട്ടിയതുപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പൊളിയാണ് ഗൈസ്. വണ്ടി എടുക്കുന്നുണ്ട്. ഇന്നതവിടെ, അമ്മൂതവിടെ, കണ്ണതവിടെ. അപ്പോൾ മെല്ലെ ഞങ്ങൾ തെറിക്കുകയാണ് ഗൈസ്. ഞങ്ങളിതാ കൊച്ചിയോട് യാത്ര പറഞ്ഞു. ഫുൾ സെറ്റ് ഗൈസ്. എന്താ ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കാണോ ഇനിയിപ്പോൾ ആൾക്കാർ ഇവിടെ ഇറങ്ങിയാണോ അറിയില്ല. സെറ്റ് വീണതാണ്. അവിടെ ഒരു പാലം, ഇവിടെ ഒരു പാലം. കൊച്ചിക്കായൽ ഗൈസ്. പൊളി 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 പൊളി. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് ഇട്ടാ. പൊളിയാണ് ഗൈസ്. പൊളി പൊളി പവറാണ്. അപ്പോൾ ഗൈസ് ഇതാ വീട്ടിലെത്തിയ നല്ല ചുമയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ലവ് യു. ശബ്ദം പോയിട്ടുണ്ട് അതാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ. ചെറിയ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെയോ ആക്കി വീഡിയോ എടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല ഗൈസ്. ടാറ്റ.